എൻ്റെ അമ്മേ 100 രൂപയുള്ളൂ. ഓ മൈ ഗോഡ്. 100 അടിപൊളി ചെറുക്കാണ് 100-ന്. ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ശിവാജി നഗർ പോകാം. ഇപ്പം സമയം 12 മണി. ഞങ്ങളിപ്പോൾ ചുമ്മാ വെറുതെ ശിവാജി നഗർ പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വെച്ചു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കോരമംഗലയിലുള്ള നെക്സസ് മാളിലാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇപ്പോൾ ശിവാജി നഗറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട റോഡാണ്. അതുകൊണ്ട് ജസ്റ്റ് ക്രോസ് ചെയ്യാൻ വന്നാട്ടോ ഇങ്ങോട്ട്. മാളിലൊക്കെയുള്ള വീഡിയോ ഞങ്ങൾ വേറെ ദിവസം ഇടുന്നുണ്ട്. നമ്മൾ എൻട്രൻസ് പോയി അകത്ത് കയറി അത് ബാഗ് ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് നല്ല രസമാണ് ഇതിൽ വരുന്നത്. ഫോറം മാൾ ഓർ നെക്സസ് മാൾ. മാളിൻ്റെ കയറി വരുന്ന എൻട്രൻസ് ഉള്ള നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇതൊക്കെ. മാൾ കാണിച്ചിട്ടൊരു വീഡിയോ നമ്മൾ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ ഇടുന്നില്ല. അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാം, ഒരുപാട് കുട്ടികളെ കാണാം. എല്ലാ ടൈപ്പുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഞങ്ങൾക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കും. ഇവിടെ ചുമ്മാ കറങ്ങും, ഒരുപാട് പേരെ കാണും. അപ്പോൾ ഒരു സന്തോഷം. വേറെ ഒന്നും വാങ്ങുന്നില്ല, ഒക്കെ മുടിഞ്ഞ റേറ്റാണ്. ഇവിടെ എന്തോ പ്രോഗ്രാമാണ്, എന്തോ സംതിങ് നടക്കുന്നുണ്ട്. മലയാളി. ഞങ്ങളൊരു മലയാളിയുടെ സൗണ്ട് കേട്ടു. ഇവിടെ എത്ര 4 ഫ്ലോർ ഉണ്ട് ഇപ്പോൾ മറ്റല്ലേ? 4 ഫ്ലോർ ഉണ്ട്. നമുക്ക് ഈ മാള് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു റോഡുണ്ട്. ആ റോട്ടിലേക്കാണ് പോകേണ്ടത്. ആ റോട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ് പിടിക്കുന്നു. നേരെ ശിവാജി നഗറിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ മാൾ കടന്നു പുറത്തേക്ക് വന്നു. ഇവിടെ നിന്ന് എങ്ങോട്ടാന്ന് നോക്കണം. അവിടെ മേലെ ഡയറക്ഷൻ കാണുന്നുണ്ട് ട്രാഫിക്കിനത്. അത് മടിവാള, ഹൊസൂർ റോഡ്, വിവേക് നഗറൊക്കെയാണ്. പതിവ് പോലെ സൺഡേസിൽ അന്ന് ഈ നേരം ആയതുകൊണ്ട് അതുകൊണ്ട് ഇത്രയും വലിയ തിരക്ക് കാണുന്നില്ല. അല്ലെങ്കിൽ ഇതിന് കൂടുതൽ കണ്ടതാണ് ആക്ച്വലി. മൊത്തത്തിൽ കണ്ടോ ട്രാഫിക്കൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ പോയിരുന്ന ഡയറക്ഷൻ ആയിരുന്നില്ല കേട്ടോ കറക്റ്റ് വഴി. അത് നമ്മൾക്ക് വഴി തെറ്റിപ്പോയി. സോ നമ്മൾ തിരിഞ്ഞ് നടന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു. അങ്ങനെ അവിടെ ഒരു ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങോട്ട് നടന്നു. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് മാളിൻ്റെ മറ്റൊരു എൻട്രൻസ് ആണ്, മറ്റൊരു ബാക്ക് സൈഡ് എന്നൊക്കെ പറയാൻ തോന്നുന്നു. അങ്ങനെ ഒരു വഴിയാണ് കാണുന്നത്. ഇതിൽ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ സുന്ദരികളായ കുറേ പെൺപിള്ളേരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് പിന്നെയും കുറേ നടക്കാനുണ്ടായിരുന്നു.
ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തൊക്കെ ആയിരുന്നു എന്ന്, പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ ഞങ്ങൾ മോഹൻലാലിൻ്റെ ഒരു മൂവിയിൽ പറഞ്ഞ പോലെ ചോദിച്ചു പോയി. അങ്ങനെ പോകുമ്പോഴേ പ്രിൻസിക്ക് ഒരു മനംമാറ്റം, ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായി. പോകുന്ന വഴിക്ക് സ്റ്റുഡിയോ കണ്ടു. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കയറാമെന്ന് വെച്ചു. എന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ്, സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റാണ്. എസ്കലേറ്ററുകൾ എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. പ്രിൻസ് ചിരിക്കുക. ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. ദിസ് ഈസ് മൈ ഫ്രണ്ട്, ഇപ്പോൾ മൈ ബെസ്റ്റ് ചങ്ക് പ്രിൻസി. കൊടുക്കും സ്ഥലം. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. ഇവിടെ അതെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇത് ജെൻസിൻ്റെ ഏരിയ ആണ്. നമുക്ക് ലേഡീസ് ഏരിയ. യെസ്, നമുക്ക് ലേഡീസ് ഏരിയ. നമ്മളെന്തിനാ പറഞ്ഞ ജെൻസിനെ കഴിച്ചിട്ട് 199. ഇവിടെ 199 രൂപയ്ക്ക് നല്ല അടിപൊളി ബാനിയൻസ് ഒക്കെ ഉണ്ട്. ഇത് പക്ഷേ ജെൻസിൻ്റെ ഗേൾസിൻ്റെ കണ്ടോ 199. പക്ഷേ ജെൻസിൻ്റെ എന്ന് പറയും. ലേഡീസിന് വിടാം, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. $899 ഷൂസ് ഉണ്ട്. 199 ഇതാ ജെൻസ് വെയർ ടൈപ്പ് ചപ്പൽസ് ഉണ്ട്. ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ 199 ലേഡീസ് വെയർ ചപ്പൽസ്. വാവ്, 199 ഉള്ളൂ. ഞാൻ വാങ്ങിയ ചപ്പലിൻ്റെ വില 250. എന്തിന്? ഇതൊക്കെ വാങ്ങിയായിരുന്നു. കൊള്ളായിരുന്നു കേട്ടാ, നല്ല റിസൾട്ട്. എനിക്ക് വീട്ടിൽ ഇടുന്ന പോലത്തെ ഒരു സെറ്റ് നോക്കാം. ഇപ്പറത്തുണ്ട്. ഇപ്പുറത്തുള്ളതിന് കുറച്ചൊരു വിലയുണ്ട്. കാരണം വലിയ വില ഒന്നുമല്ല, ജസ്റ്റ് 499 അങ്ങനെയൊക്കെ. കൊള്ളാലോ. 599. നൈറ്റ് വെയർ ടൈപ്പാണ്. ഈ ടോപ്പ് കുഴപ്പമില്ല അല്ലേ? ഈ ഷർട്ടോ സാലറി കിട്ടുവാണെങ്കിൽ ഒരു വരവൻ ഇന്നറുകളാണ് കേട്ടോ. ലേഡീസ് വെയർ ഇന്നേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. വാവ്, നമ്മുടെ സെക്ഷൻ. $399 ഇതാ അടിപൊളി കുർത്തീസുണ്ട്. വിത്ത് പാൻറ് സെറ്റാണ്.
പാൻറ്റായിട്ട് സെറ്റായിട്ടുള്ള ടൈപ്പാണ് 399 രൂപയ്ക്ക്. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് കയറിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞങ്ങളെന്തെങ്കിലും എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. 299 രൂപയ്ക്കും ഉണ്ട്. 299 രൂപയ്ക്ക് ടോപ്പ് മാത്രമേ ഉള്ളൂ തോന്നുന്നു, പാൻറ്റില്ല. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇത് സുടിയെന്ന് എടുക്കുക. അത് അവരെന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ ഇടാനായിട്ടാണ്. കൊള്ളാലോ. സൺഗ്ലാസസ് ഒക്കെ ഉണ്ട്, അടിപൊളി. വാച്ച്, ഓക്കെ. ആക്സസറീസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ആക്സസറീസ് ഒക്കെ ഉണ്ട് ഇവിടെ. സ്റ്റുഡിയോ എപ്പോഴും പൊളിയല്ലേ. എൻ്റെ സ്റ്റുഡിയോൻ്റെ സ്പ്രേൻ്റെ അകത്തിട്ടുണ്ട് ഈ കവർ. പക്ഷെ എന്തിനാ നിനക്ക് സ്റ്റുഡിയോൻ്റെ സ്പ്രേ വാങ്ങണം എന്ന് പറഞ്ഞില്ലേ? നമുക്ക് സ്റ്റുഡിയോൻ്റെ സ്പ്രേ ഏതോ അതിവിടെ കിട്ടുന്ന നമ്മുടെ സ്റ്റുഡിയോൻ്റെ മാത്രം പ്രൊഡക്റ്റ് ഒരു സ്പ്രേ ഉണ്ട് അത്ര, അത് വാങ്ങാനാണ് അവൾ കയറിയത്. അവർ വലിയൊരു കിറ്റൊക്കെ തന്നിട്ടുണ്ട്. എന്തിനോ എന്തോ. ഇതാണോ ആ സ്പ്രേ? ഇതാണ് ആ സ്പ്രേ. എടാ അവിടെയുണ്ട്, അവിടെയുണ്ട് സ്പ്രേ. കവറുകളാണോ? 59 രൂപ കവറിനൊക്കെ. സ്പ്രേ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ അടിയാന്ന് തോന്നുന്നു, ഇട്ടോക്കാൻ പറഞ്ഞു. അയ്യോ. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി. അവൾക്ക് കുറച്ച് സ്പ്രേ ഒക്കെ വാങ്ങി, അവൾക്ക് ഇഷ്ടപ്പെട്ട സ്പ്രേ ഒക്കെ വാങ്ങി. നമ്മൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി. നമ്മൾ ശിവാജി നഗറിൽ പോകും. ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, അറിയാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. കാത്തിരുന്ന് BMTCയുടെ ബസ് കിട്ടി ശിവാജി നഗറിലേക്കുള്ളത്. അങ്ങനെ അതിൽ കയറിയിരുന്ന് പോകുമ്പോൾ അടിപൊളിയായിട്ടുള്ള വഴിയോര കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളെല്ലാം കാണിക്കാനൊന്നും പറ്റിയില്ല, കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെയുള്ള വഴികളൊക്കെ കാണാനും പോകാനും ഒക്കെ. പിന്നെ ഭയങ്കര പൊല്യൂഷനായിരുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ ശിവാജി നഗർ എത്തി. ഇത് സൺഡേ ആയതുകൊണ്ടോ തോന്നുന്നു ഇവിടേക്ക് ഇങ്ങനെയാണ്. പിന്നെ ഫുഡ് കഴിക്കണം, ഒടുക്കത്തെ വിശപ്പ്. സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ഉള്ളു കറക്കം ഒക്കെ. സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. ചാമുണ്ടേശ്വരി ഡൊണ്ണ ബിരിയാണി. ഈ മൊണ്ണ ബിരിയാണി വേണം. ഞങ്ങളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഗൈസ്.
ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഫുഡൊക്കെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതൊന്നും നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. ഞങ്ങൾ വേഗം കഴിച്ചു, ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം പിന്നെ നിന്നില്ല, വേഗം പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങി. അങ്ങനെ തൊട്ടടുത്തൊരു കട കണ്ടു, അവിടെ വേഗം കയറി. നോക്കിയപ്പോൾ 100 രൂപയ്ക്കും 150 രൂപയ്ക്കും 200 രൂപയ്ക്കും 50 രൂപയ്ക്ക് വരെ ഡ്രസ്സുകൾ, കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും ഒക്കെ ഉണ്ടായിരുന്നു. ജെൻസിൻ്റെ, നമ്മൾ ഗേൾസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇനിയും കുറേ കാണാനുണ്ടല്ലോ, ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, ഇനിയും കുറേ പർച്ചേസ് ചെയ്യാനുണ്ട്. വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. മറ്റുള്ളവർക്ക് എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്ട്രീറ്റിലേക്ക് പോകാനായിരുന്നു. സ്ട്രീറ്റ് എത്തിയിട്ടില്ല കേട്ടോ. ഈ കടയുടെ മേലേക്കും ഉണ്ടായിരുന്നു കുറേ കളക്ഷൻസ്. പിന്നെ ടെഡി ബിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവൾ കുറച്ചെന്തോ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വേഗം പിന്നെയും അയ്യോ, പിന്നെയും ടോയ്സ്. എൻ്റെ കണ്ണി ടോയ്സ് പെടാൻ പാടില്ല. എന്നെ നിയന്ത്രിക്കൂ. ഇവിടുന്ന് നേരെ പോയി നമ്മുടെ ശിവാജി നഗർ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഡെഡ് എൻഡ് ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് 100 അടിപൊളി ചെറുക്കാണ് 100-ന്. പക്ഷെ പെട്ടെന്ന് പോകും, പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നുമില്ല. ഷൂ ಎಷ್ಟು ಅಣ್ಣ? 350 ಅದು. 350 ಇದು 550. देखना है करे हमारे चप्पल में तो ये फुल 100 आ കണ്ടോ ഗൈസ്, ഇവിടെ വില കുറവാ ഗൈസ്. ಎಷ್ಟು ಅನ್ನ ക്രോപ്സ്? 200. നമ്മൾ വില പേശി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കുറഞ്ഞു കിട്ടും. ചോദിച്ചു നോക്കാം. അടിപൊളി ക്രോപ്സ്, കുഞ്ഞുങ്ങൾക്കുള്ള ക്രോപ്സ് നോക്കുന്ന ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കും. ഞാൻ ക്രോപ്സിന് വാങ്ങിയിരുന്നു. എനിക്ക് 100ൻ്റെ ഒരു ചെറുത് ഇഷ്ടപ്പെട്ടു, അത് വാങ്ങി. പിന്നെ അവൾ ക്രോക്സ് വാങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചർച്ചിലേക്ക് പോയി. എനിക്ക് ചർച്ചിനെ കുറിച്ച് അധികം അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ശിവാജി നഗറിലൊരു ചർച്ചുണ്ട്, ഭയങ്കര ഫേമസ് ആണ്, സെൻറ്റ് മേരി ബേസിലിക്ക ചർച്ച്. പക്ഷേ ഞാൻ പോയിട്ടില്ല, ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ പ്രിൻസിയും പറഞ്ഞിരുന്നു അവൾക്കും പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോന്നു, അവിടെ വന്നു കണ്ടു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു കാണാനൊക്കെ. പിന്നെ അകത്തേക്ക് ക്യാമറ അനുവദിക്കില്ല, നമുക്ക് ഫോൺ ഷൂട്ട് ചെയ്യാനൊന്നും അനുവദിക്കില്ലായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ പ്രേ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ട് അധികം വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടില്ല. പറ്റുന്നത്ര നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ടൈം. ചർച്ചിൽ പോകണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ കയറാൻ തോന്നി. പെട്ടെന്ന് എന്തോ എനിക്കിങ്ങനെ ചർച്ചിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഓരോ രൂപങ്ങളും അവിടുത്തെ ഓരോ ദൈവത്തിൻ്റെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരും. എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ട്? അങ്ങനെ അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് മെഴുകുതിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെ. നല്ലൊരു ഡിവൈൻ ഫീലായിരുന്നു അവിടെ ചെന്നപ്പോൾ. പിന്നെ നമുക്ക് പിന്നെ വേറെയാണല്ലോ നമ്മുടെ വന്ന ലക്ഷ്യം. സോ ഞങ്ങൾ അധികം നിന്നില്ല, വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഒരു ദിവസം ഈ ചർച്ചിൽ വരണമെന്നുണ്ട്. എന്തായാലും അവിടുത്തെ ഒരു ദിവസത്തെ ഒരു കുർബാന കൂടണമെന്നുണ്ട്, പ്രാർത്ഥിക്കണം. സോ ഇനി അതിനെക്കുറിച്ചൊരു വീഡിയോ മറ്റൊരു ദിവസം എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. ക്യാമറ നമുക്ക് അകത്തോട്ട് അനുവദിക്കുന്നതല്ലായിരുന്നു. അതുകൊണ്ട്
പുറമേയുള്ള കാഴ്ചകൾ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ പറ്റുന്നത്ര നമ്മൾ എടുത്തിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് വിട്ടു. പിന്നെ നല്ല മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു, മഴ ഒക്കെ വരാൻ പോവാണ്. സോ നമുക്ക് വേഗം നമ്മുടെ സ്ട്രീറ്റിലെത്താനുള്ളതായിരുന്നു ലക്ഷ്യം. ഇതിനകത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒരു രൂപം, വലിയൊരു രൂപമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു ഷൂട്ട് ചെയ്യാൻ, മൊബൈലിനൊന്നും അവിടെ അലോ അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് ഷൂട്ട് ചെയ്തൊന്നുമില്ല. ഞാൻ വേഗം പിന്നെ ഇറങ്ങി. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോരണം എന്നുണ്ടായിരുന്നില്ല, അത്രയും നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ മഴയൊക്കെ വരുന്നത് കൊണ്ട് വേഗം ഇറങ്ങി. ഒരുപാട് ആൾക്കാർ അവർ തന്നെ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കണ്ടില്ലേ നിങ്ങൾ, അങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും പോകണം, ആക്ച്വലി അവിടേക്ക് ഒന്ന് പോകണം എല്ലാവരും. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിലെത്തി. യെസ് ഗൈസ്, നമ്മൾ സ്ട്രീറ്റിലെത്തി. ഇനി നമുക്ക് എല്ലായിടത്തും കയറി വില ചോദിച്ച് വേണ്ടതൊക്കെ നമുക്ക് വാങ്ങാം. ബാഗിൻ്റെ ഒരു കടയിലേക്കാട്ടോ ആദ്യം ഞങ്ങൾ കണ്ടപ്പോൾ കയറിയത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു ബാഗ് വാങ്ങണമെന്ന് പറഞ്ഞു, അപ്പം ഞങ്ങൾ കയറി. അതൊരു മലയാളി ചേട്ടൻ്റെ കടയായിരുന്നു. നമ്മുടെ നാട് വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടേതായ ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അല്ലേ, ഒരു പ്രത്യേക സ്നേഹം തോന്നും. മലയാളി ഒരു ടച്ച് ഉണ്ടല്ലോ, നമ്മുടെ നാടിനെ ഒരുപാട് മിസ് ചെയ്യും അല്ലേ. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ നോക്കി. അവൾക്കൊരു ബാഗ് അവൾ വാങ്ങി, എനിക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ വെറും 350 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. നല്ല ബാഗായിരുന്നു, അടിപൊളി ബാഗായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും നമ്മൾ ഡ്രസ്സിൻ്റെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്, ഡ്രസ്സുകൾ. കാണുന്നത് 350, 150 ഡ്രസ്സുകളാണ് കേട്ടോ. നമ്മുടെ സെന്റ് മേരി ബേസിലിക്ക ചർച്ചിൻ്റെ തൊട്ടപ്പുറത്തല്ല സ്ട്രീറ്റിലാണ്. ഇവിടെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. 150, 100 രൂപയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സുകൾ. പിന്നെ 150ൻ്റെ ടോപ്പുകൾ, ലേഡീസ് ടോപ്പുകളും ഉണ്ടായിരുന്നു. ചെറിയ ബനിയൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഷോർട്ട് ടോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ക്രോപ്പ് ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ചുരിദാർ സെറ്റ് വരുന്നതുണ്ടായിരുന്നു, റെഡിമെയ്ഡ്. അങ്ങനെ ഞാൻ 2 ജോഡി ഡ്രസ്സ് വാങ്ങിയായിരുന്നു, അവളും എന്തൊക്കെയോ വാങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെയും കുറേ കടകളുണ്ട്, ഒരുപാട് ലേഡീസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചുരിദാർ സെറ്റുകൾ, പലാസോ പാൻസ്, പിന്നെ ജീൻസിൻ്റെ തന്നെ വേറെ ടൈപ്പുകൾ വരുന്ന കുറേ റെഡിമെയ്ഡ് മോഡൽസുകൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു വില കുറഞ്ഞു. പിന്നെ ബാഗുകൾ, ചെരുപ്പുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു 2 കണ്ണൊന്നും പോരാ നമുക്ക് അവിടെ വന്നാൽ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ തിരഞ്ഞെടുക്കണം, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളത് തിരഞ്ഞ് കിട്ടി വന്നാൽ നമുക്ക് സെറ്റാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സോ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് പോകണം. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ തോന്നിയിരുന്നില്ല. കാരണം ഫോണൊക്കെ തട്ടിപ്പറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുറേ കള്ളന്മാരും ഒക്കെ ഉണ്ടാവും ഈ ഏരിയയിൽ. അപ്പം നമ്മൾ അങ്ങനെ ഒരു സേഫ്റ്റിയുടെ ഭാഗം പ്രമാണിച്ച് ഞാൻ കുറേയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത് കുറച്ച് സേഫായി തോന്നിയ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കുറച്ച് വഴിയിലൊക്കെ നിന്ന് ഷൂട്ട് ചെയ്ത് വേഗം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ബാഗിലുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ. അങ്ങനെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കയ്യിലുള്ള പൈസകൾ കഴിഞ്ഞു. ഇനി നമുക്ക് സാലറി വന്നിട്ട് അടുത്ത ഷോപ്പിംഗ്. അപ്പം അതിന് മുമ്പുള്ള ചെറിയൊരു സാമ്പിൾ മെഡിക്കറ്റ്. സോ ഗൈസ്, നിങ്ങൾ വരണം ഒരു ദിവസം, നിങ്ങൾ എല്ലാവരും വരണം ഇങ്ങോട്ട്, അടിപൊളിയാണ്.
പ്രിൻസിക്ക് വയ്യാതായി ഗൈസ്. പ്രിൻസിക്ക് മടുത്തു. എനിക്ക് മടുത്തിട്ടില്ല, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, കഴിഞ്ഞു. ബ്രൈഡൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, അടിപൊളി 50% ഓഫർ. അടിപൊളി ലെഹങ്ക, ചപ്പൽസ്, പിന്നെ ഒരുപാട് ഡ്രസ്സുകൾ, സാരി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുട്ടികളുടെ വാച്ച്. ഇവിടെ ഫുള്ള് ചപ്പല്, ചപ്പലോ ചപ്പല്. ചെരുപ്പുകളുടെ മാമാങ്കമാണ്. ഓക്കെ, ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇനി ഞങ്ങൾ പോവുകയാണ്. കുറേ അധികം കാര്യങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് 2 കണ്ട് പോരായിരുന്നു. അത്രയും ഓഫേഴ്സും അത്രയും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയും പുറത്ത് കിടക്കാം, ബസ് കയറാം, നേരെ റൂമിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ വഴിയൊക്കെ ചോദിച്ച് പിന്നെ വീണ്ടും ഞങ്ങൾ മുന്നിലോട്ട് നടന്ന്. അപ്പോൾ അവിടെ കുറേ ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറേ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് എത്തി. ബസ്സിൽ കയറി പോവുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണേ. ഇന്ന് ഞങ്ങൾ വേറെയും കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം, കബൺ പാർക്കിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മോശമായി. ഞങ്ങൾക്ക് നടന്ന് വയ്യാതായി. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, അതിൻ്റെ ഒരു വെയിറ്റും അങ്ങനെയൊക്കെയായി. അവൾ എന്നോട് പറഞ്ഞു നമുക്ക് വേഗം തിരിച്ചു പോകാം. പിന്നെ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പോയി. അങ്ങനെ മഴ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം നിന്നില്ല. അങ്ങനെ നേരെ ഞങ്ങൾ ശിവാജിനഗർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് കിട്ടി, വേഗം ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് തന്നെ പോയി. ഭയങ്കര ടയർഡാണ് ഗൈസ്, കണ്ടില്ലേ ഞങ്ങളെ. പിന്നെ ഇവിടുത്തെ ട്രാഫിക് ഒരു രക്ഷയില്ല. ട്രാഫിക്കും മഴയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ടയർഡായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.